ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തുളസിത്തറയുടെ ആവശ്യം പറഞ്ഞാൽ അതും നമുക്ക് ആ ഫാമിലി ലിവിംഗിൽ നിന്ന് ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ തുളസിത്തറ നമുക്ക് ശരിക്കും കാണാം. രാവിലെയുള്ള നല്ലൊരു വെയിലും ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ ഉള്ളത്. ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ടിവിയിലേക്ക് ആക്സസ് കിട്ടും. പിന്നെയുള്ളത് കിച്ചണാണ്. നമുക്ക് 2 കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വർക്കിംഗ് കിച്ചണും പിന്നെ മെയിൻ കിച്ചണും. എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ആവശ്യത്തിലധികം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വളരെ സൗകര്യമാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അവരത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ടൈലാണെങ്കിലും അതിന്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഇന്റീരിയറും എല്ലാം ആ ഒരു തീം വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നത് പാഷ്യോയുടെ സൈഡിലോട്ടാണ്. ഈ പാഷ്യോ എന്ന് പറയുന്നത് 2 ആക്സസ് അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് അവിടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് നമുക്കവിടെ ഒരു വാഷ് ബേസിനും അതിൻ്റെ കാര്യങ്ങളും ഹാൻഡ് വാഷിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ട് പാഷ്യോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാഷ്യോ ഡിസൈൻ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു. ഇതെല്ലാം ഇമ്പ്രൂവ്മെന്റിൽ അവർ തന്നെ അത് ചെയ്തെടുത്ത് ക്ലിയർ ചെയ്ത് വരികയാണ് ചെയ്തത്. ഈവൻ ഞങ്ങളുടെ ഒരു സജഷൻ പറഞ്ഞിരുന്നത് ഈ വരുന്ന 2 ഏരിയകളിലും നമ്മളതൊരു ഗ്രിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു. ബേവിൻ്റെ പോലത്തെ ഒരു സംവിധാനമായിരുന്നു. പക്ഷെ അത് മാറ്റി പിന്നീട് അതിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിപ്പം ഫാമിലി ലിവിങ്ങിലുള്ളവരാണെങ്കിലും ഡൈനിങ്ങിലുള്ളവരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആയിട്ട് വന്നാലും നമുക്കത് വളരെ കണക്റ്റഡ് ആണ്. എല്ലാവരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ആ ഒരു രീതിയിലോട്ടാണ് സെറ്റ് ചെയ്തത്. ഇത് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് നമുക്ക് വരുന്ന ഏരിയ ക്ലോസ്ഡ് ഏരിയ ആണ്. പക്ഷേ അവിടെയാണെങ്കിലും നമുക്ക് ഗ്രില്ലിട്ട് ടോപ്പിൽ നിന്ന് ഗ്രില്ലിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്തും വീഴുന്ന സമയത്തും ഒക്കെ നല്ല വെളിച്ചവും അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് ഡയറക്റ്റ് നടുമുറ്റത്തിൽ ഇരിക്കുന്ന നടുമുറ്റം അല്ലെങ്കിൽ പോലും അതിൻ്റെ ഫീല് ഭയങ്കര ഒരു ആസ്വാദന ഭയങ്കര ഫീലാണ്. അവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പോണ്ട് അവർ സെറ്റ് ചെയ്തു, ഒരു ഫിഷിനെയൊക്കെ ഇറങ്ങി സെറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വളരെ ആസ്വാദ്യകരമാണ്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഫ്രണ്ട് എലിവേഷൻ നമ്മൾ പറഞ്ഞത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കും എന്നാൽ നമുക്ക് അകത്ത് എല്ലാ മോഡേൺ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വീട്, അതായിരുന്നു നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ഒരു ഡിസൈൻ അതിനോട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് കൂടി വന്നപ്പോഴത്തേക്കും വീട് ശരിക്കും ആ ഒരു ലുക്ക് തന്നെ നമ്മൾ പ്രതീക്ഷയിലും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നിലും നമുക്ക് അങ്ങനെ ഒരു പരാതി പറയേണ്ടതോ അല്ലെങ്കിൽ ഇത് മാറ്റി ചിന്തിക്കേണ്ടതോ ആയ ഒരു അവസ്ഥ വന്നിട്ടില്ല. അവർ ചെയ്തു തന്നേക്കുന്നതെല്ലാം നമ്മൾ എങ്ങനെ മനസ്സിൽ കണ്ടോ അതുപോലെ തന്നെ ആ വീട് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്.